മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു തളർവാദ രോഗിയെ കുറച്ചാളുകൾ ചേർന്ന് അവന്റെ കട്ടിലോടുകൂടെ അവനെ ഈശോയുടെ അരികിലേക്ക് എടുത്തുകൊണ്ട് വരിക. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അവനോട് പറയുകയാണ്, നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക. തളർവാദ രോഗിയോട് ഈശോനാഥൻ പറയുന്നത്, നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക. അതുവരെ അവനെ വഹിച്ചിരുന്ന കട്ടില് അവനോട് എടുക്കാൻ കർത്താവ് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വീട്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വഴികളിൽ ചിലതൊക്കെ നമ്മളെ വഹിക്കുകയായിരുന്നു, നമ്മളെ നയിക്കുകയായിരുന്നു. നമ്മുടെ കൺട്രോളിലായിരുന്നില്ല, നമ്മുടെ നിയന്ത്രണത്തിലായിരുന്നില്ല നമ്മുടെ ചില കാര്യങ്ങള്. നമ്മുടെ ജീവിതത്തിലുള്ള ചില വികാരങ്ങള്, ചില വിചാരങ്ങള്, ചില കാര്യങ്ങള് അല്ലെങ്കിൽ ചില വ്യക്തികള് നമ്മളെ വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു കിടക്കാനുള്ള ഒരു കാരണം, നമ്മുടെ അധ്വാന മേഖലകൾ തളർന്നു കിടക്കാനുള്ള ഒരു കാരണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തളരാനുള്ള ഒരു കാരണം, നമ്മുടെ ബിസിനസ് തളരാൻ, നമ്മുടെ കുടുംബം തളരാൻ, അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങള് പരീക്ഷകളിലൊക്കെ ഒരു തളർച്ച, പരാജയം ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും വഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടുമാണ്. നമ്മളെ വഹിക്കുന്ന കാര്യങ്ങള് നമ്മൾ മാറ്റിയിട്ട് അവയുടെ മേല് നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരണം. നമ്മൾ അതിനെ നയിക്കാനായിട്ട് തുടങ്ങണം. നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം, നമ്മുടെ വിചാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികള് നമ്മളെ നിയന്ത്രിക്കുകയല്ല, നമ്മൾ അവരെ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ തളർച്ചയിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവരെ തളർവാദ രോഗിയെ വഹിച്ചുകൊണ്ടിരുന്ന കട്ടിലിനെ തളർവാദ രോഗിയോട് കർത്താവ് വഹിക്കാൻ പറഞ്ഞപ്പോൾ അവന് സൗഖ്യം കിട്ടുകയാണ്. നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു ഉന്നമനം ഉണ്ടാകണമെങ്കിൽ, നിനക്കൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ ചിലതിനെയൊക്കെ നീ നിയന്ത്രിക്കാനും നീ വഹിക്കാനും തുടങ്ങണം. നിന്നെ വഹിച്ചുകൊണ്ടിരുന്നതിനെയൊക്കെ നീ വഹിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വീട്ടിലേക്ക് പോവുക എന്നാ പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് ഏതാ? നമ്മുടെ വീട് ദൈവ സന്നിധിയാണ്, സ്വർഗരാജ്യമാണ്. പറുദീസായിൽ നിന്നും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹത്തിന്റെ വീട്ടിൽ നിന്നും നമ്മൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനുഗ്രഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകണം. നമ്മൾ മറ്റുള്ളതിലേക്കല്ല പോകേണ്ടത്. നമ്മൾ ഭൂമിയിലെ സൗഭാഗ്യങ്ങളിലേക്കോ, ഭൂമിയിലെ സുഖങ്ങളിലേക്കോ, ഭൂമിയിലെ പേരുകളിലേക്കോ, ഭൂമിയിലെ ഉന്നമങ്ങളിലേക്കോ അല്ല പോകേണ്ടത്. ഉപരിയായിട്ട് അനുഗ്രഹത്തിന്റെ വീട്ടിലേക്ക്, ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തോട് അടുത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ ഇന്നുവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, നമ്മളെയൊക്കെ വഹിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കേ. ഒരുപക്ഷെ നമ്മുടെ ചിന്തകള്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ തെറ്റായ ചില ബോധ്യങ്ങള്, നമ്മളെ ജീവിതത്തെ ചില കാഴ്ചപ്പാടുകളൊക്കെ നമ്മളെ നയിച്ച് വഹിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടാവാം. അതിനെ ഒന്ന് മാറ്റുക. നീ അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുക. അനുഗ്രഹിച്ചുകൊള്ളും ദൈവം. ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ, ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുകയും ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ.
ഈ ദിവസത്തെ ഇവരുടെ എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇവരെ ഓരോരുത്തരെയും അങ്ങ് തൊടണമേ ഈശോയെ. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശോയെ. ഇവരുടെ ജീവിതത്തിലേക്ക് കൃപയൊഴുക്കണമേ ഈശോയെ. ഇവരുടെ ജീവിതത്തിൽ നന്മ നൽകണമേ ഈശോയെ. കർത്താവേ, ഇവർ പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്നും, പഠന മേഖലയിൽ നിന്നും സർവ്വ തിന്മകളെയും, ബന്ധനങ്ങളെയും, കെട്ടുകളെയും, പിശാചിന്റെ ഉപദ്രവങ്ങളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.